ഗാസയിൽ കത്തോലിക്ക പള്ളിക്ക് നേരെ ഇസ്രായേൽ ആക്രമണത്തിൽ പള്ളിയുടെ മുക്കാൽ ഭാഗവും ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കി. 2 പേർ കൊല്ലപ്പെട്ടതായ വിവരങ്ങളും പുറത്തുവരുന്നു. ഹോളി ഫാമിലി പള്ളിയിൽ കുട്ടികളും അതുപോലെ 54 ഭിന്നശേഷിക്കാരും ഉൾപ്പെടെ 600 കുടിയേറി പാർക്കപ്പെട്ടവരുണ്ട് എന്നും അതൊരു അഭയ കേന്ദ്രമായിരുന്നു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഗാസയിലെ ഏക കത്തോലിക്ക പള്ളിക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന ആക്രമണം നടത്തിയത്. 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ ചർച്ചകൾ വിഫലമായതോടെ തന്നെ കാര്യങ്ങൾ കൂടുതൽ വഷളാകുകയാണ്. മാത്രമല്ല, ഹമാസ് വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുകയും ആക്രമണം അഴിച്ചുവിടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. വെടിനിർത്തലിന് ഹമാസ് സമ്മതിച്ചാൽ മാത്രമേ ഗാസയിലെ ജനങ്ങൾക്ക് ഇനി സമാധാനത്തോടെ തന്നെ ഒരിറ്റു വെള്ളം പോലും തൊണ്ടയിൽ നിന്നും ഇറക്കാൻ സാധിക്കുകയുള്ളൂ എന്നും വ്യക്തമാകുന്നു. അതേസമയം പള്ളിയിലെ പുരോഹിതനായ ഫാദർ ഗബ്രിയേൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അതുപോലെ ഇന്ന് രാവിലെ ഹോളി ഫാമിലി കോമ്പൗണ്ടിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതായി ലാറ്റിൻ പാത്രിയാർക്കേറ്റ് അതീവ ദുഃഖത്തോടെ തന്നെ സ്ഥിരീകരിക്കുകയും അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേരുന്നു, ഈ ക്രൂരമായ യുദ്ധം അവസാനിപ്പിക്കും, ഞങ്ങൾ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുമെന്നും നിരപരാധികളായ സാധാരണക്കാരെ ലക്ഷ്യമിടുന്നതിനെ ന്യായീകരിക്കാനാവില്ല എന്നതാണ് പള്ളി ചുമതലയുള്ള പുരോഹിതൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ജനുവരിയിൽ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ തകർന്നത് മുതൽ തന്നെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ വലിയ നാശമാണ് വിതയ്ക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ കനത്ത ബോംബിങ്ങിൽ തീവ്രവാദികളടക്കം 93 പേരാണ് കൊല്ലപ്പെട്ടത്. അതുപോലെ കഴിഞ്ഞ ദിവസം നടത്തിയ വലിയ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ടുള്ള പാലസ്തീനുകൾ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഗാസയുടെ വടക്കൻ ഷാത്തി അഭയാർത്ഥി ക്യാമ്പിന് സമീപമാണ് ഒരു വലിയ ആക്രമണം നടന്നതെന്ന് വ്യക്തമാക്കുന്നു. ആശുപത്രി അധികൃതരാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആക്രമണത്തിൽ പാലസ്തീൻ നിയമസഭയിലെ ഒരു ഹമാസ് അംഗം കൊല്ലപ്പെട്ടുവെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ 24 മണിക്കൂറിൽ ഇസ്രായേലി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട 93 പേരുടെ മൃതദേഹങ്ങൾ ഗാസയിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചതായും ഗാസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേപോലെ തന്നെ ഇതോടൊപ്പം പരിക്കേറ്റ 278 പേരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതേസമയം ഈ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് ഒരു പ്രതികരണവും ഇതുവരെയും ലഭിച്ചിട്ടില്ല. 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഭീകരർ ഇസ്രായേലിനെതിരെ ഒരു വലിയ ആക്രമണം അഴിച്ചുവിടുകയാണ് ഉണ്ടായത്. ഇസ്രായേലിന് നേരെ ഒരേ സമയം ഹമാസ് 5000-ലധികം റോക്കറ്റുകൾ തൊടുത്തുവിടുകയും അതിർത്തിയിൽ ആക്രമിച്ചു കയറിക്കൊണ്ട് 238 പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ 1200-ലധികം ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിനു മറുപടിയായി തന്നെ ഇസ്രായേൽ സൈന്യവും ഹമാസിനെ ആക്രമിക്കാൻ തുടങ്ങുകയാണ് ഉണ്ടായത്. ഇതുവരെ ഹമാസ് മേധാവികളായ ഇസ്രായേൽ ഹാനിയ, യഹ്യ സിൻവർ എന്നിവരുൾപ്പെടെ തന്നെ ആയിരക്കണക്കിന് ഭീകരർ ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 58,000-ലധികം പേർ മരിച്ചു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.